നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ടുകൊള്ള നടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ആരോപണം. ശനിയാഴ്ച ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തും. 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 63 വർഷം തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ. പെങ്ങാമുക്ക് ഇല്ലത്തിൽ വീട്ടിൽ 61 വയസ്സുള്ള കുഞ്ഞുമോനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് S. ലീഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് 3-4 ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവ് നായെ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂ ബൈജുവിന്റെയും നേതൃത്വത്തിൽ പിടികൂടി. വിശദമായ വാർത്തയിലേക്ക്. 1000-ലേറെ വോട്ട് മോഷ്ടിച്ചും 0 വീട്ടു നമ്പറിലും പെട്രോൾ പമ്പിലും വോട്ട് ചേർത്തും ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ടുകൊള്ള നടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേട് നടന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഇടതുഭരണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലായി ആയിരക്കണക്കിന് വോട്ടിന്റെ മോഷണമാണ് നടത്തിയിട്ടുള്ളതെന്നും വാർഡുകളുടെ അതിർത്തി പുനർനിർണയത്തിന്റെ പ്രഖ്യാപനപ്രകാരം ഉൾപ്പെടേണ്ട വാർഡുകളിലെ ആയിരക്കണക്കിന് വോട്ടർമാരെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തിയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വോട്ടുകൊള്ള നടത്തിയിട്ടുള്ളതെന്നും KPCC സെക്രട്ടറി CC ശ്രീകുമാർ വ്യക്തമാക്കി. 2025 മെയ് 15-ന് ചൂണ്ടൽ പഞ്ചായത്തിലെ നിലവിലെ വാർഡുകളുടെ എണ്ണം 18-ൽ നിന്ന് വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കി പുതിയ വാർഡുകളുടെ അതിർത്തി നിർണയത്തിന്റെ അന്തിമ വിജ്ഞാപനം നടത്തിയതിനെ തുടർന്ന് ജൂലൈ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക പരിശോധിച്ചപ്പോൾ 8 വാർഡുകളിലായി ആയിരക്കണക്കിന് വോട്ടുകൾ മോഷ്ടിച്ച് മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്ന് ബോധ്യപ്പെട്ടു. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെട്ടു. എന്നാൽ ഇങ്ങനെ അന്തിമ വാർഡ് അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായി മാറ്റപ്പെട്ട വോട്ടുകൾ തിരിച്ച് അതത് വാർഡുകളിൽ പുനഃസ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ്. വാർഡ് അതിർത്തി ലംഘിച്ച് മാറിപ്പോയ വോട്ടുകൾ ശരിയായ വാർഡിൽ തന്നെ സ്ഥാപിക്കുവാൻ വോട്ടർമാർ തന്നെ ഫോൺ നമ്പർ 7-ൽ അപേക്ഷിച്ചു. പഞ്ചായത്തിൽ ഹിയറിംഗിന് ഹാജരാകണമെന്നാണ് നടപടിക്രമം. അല്ലെങ്കിൽ പിന്നെ വാർഡ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇടപെടണം. വാർഡ് അതിർത്തി പുനർനിർണയത്തിന്റെ അന്തിമ വിജ്ഞാപനത്തിന് വിപരീതമായി ഏതെങ്കിലും വോട്ടുകൾ വോട്ടർ പട്ടികയിൽ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യം ആരെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ചൂണ്ടിക്കാണിച്ചാൽ 9 ദിവസത്തെ നോട്ടീസ് പബ്ലിഷ് ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സ്വമേധയാ വോട്ടുകൾ മാറ്റി പുനഃസ്ഥാപിച്ച് അന്തിമ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുവാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 29-ന് ചൂണ്ടൽ പഞ്ചായത്തിലെ 7, 8, 12, 13, 14, 18, 19, 20 എന്നീ 8 വാർഡുകളിൽ ആയിരക്കണക്കിന് വോട്ടുകൾ വാർഡ് അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായി മാറ്റം ചെയ്യപ്പെട്ട വോട്ടുകൊള്ളയെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പഞ്ചായത്ത് സെക്രട്ടറി, മുഖ്യ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ സെപ്റ്റംബർ 2-ാം തീയതി പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലും പൂർവ്വസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ രാജ്യത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിയ 0 വീട്ടു നമ്പറിലും വോട്ട് ചേർത്തിരിക്കുകയാണ്. കൂടാതെ ചൂണ്ടൽ പാടത്തുള്ള പെട്രോൾ പമ്പിൽ പോലും വോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ മണ്ഡലത്തിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാണ്, ഇലക്ഷൻ പ്രൊസീജിയർ ഭാഗമല്ല, അതുകൊണ്ട് ഇതിൽ അപ്പീലില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനകത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരാനുള്ള പത്രസമ്മേളനത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 14-ാം വാർഡിന്റെ വിഷയം പറഞ്ഞു. ഇതുപോലെ 8 വാർഡിൽ നോക്കിയാൽ 0 നമ്പർ ഡോർ നമ്പറിൽ നമ്മൾ ഇവിടുന്ന് കുന്നംകുളത്ത് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ചൂണ്ടപ്പാടത്തെ പഴയ SR പമ്പ്, ഇപ്പൊ നയര പമ്പ്, ആ പമ്പിന്റെ പേരിൽ വോട്ട് ചേർത്തിരിക്കുക. പബ്ലിക്കിനോട് പെറ്റീഷൻ കൊടുക്കേണ്ടതില്ല. ആരെങ്കിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സുമോട്ടോ ആയി അല്ലെങ്കിൽ സ്വമേധയാ ആ വോട്ട് മാറ്റി കൊടുക്കാമെന്ന പുതിയ ഉത്തരവ് ജൂലൈ 26-ാം തീയതി വരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വോട്ട് മോഷ്ടിച്ച് ഭരണം നിലനിർത്തുവാനുള്ള ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ വോട്ടുകൊള്ളയ്ക്കെതിരെ സെപ്റ്റംബർ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് സംഘടിപ്പിക്കും. DCC മുൻ പ്രസിഡന്റ് MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 63 വർഷം തടവും
3,15,000 രൂപ പിഴയും ശിക്ഷ. പെങ്ങാമുക്ക് ഇല്ലത്തിൽ വീട്ടിൽ 61 വയസ്സുള്ള കുഞ്ഞുമോനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും വിധിയായി. 2024 ജൂലൈ മാസത്തിലാണ് സംഭവം. പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ അതിജീവിതയെ പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പിന്നീട് സ്കൂളിലെ സഹപാഠികളോട് പറഞ്ഞ വിവരം സ്കൂൾ പ്രിൻസിപ്പാളിനെ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ASI അനിത മൊഴിയെടുത്ത പ്രകാരം കുന്നംകുളം ഇൻസ്പെക്ടറായിരുന്ന UK ഷാജഹാൻ രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് KN അശ്വതി, പ്രോസിക്യൂഷനെ സഹായത്തിനായി GS CPO മിനിമോൾ എന്നിവർ ഹാജരായി. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് 3-4 ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവു നായയെ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂ ബൈജുവിന്റെയും നേതൃത്വത്തിൽ പിടികൂടി. തെക്കുമുറി പ്രദേശത്തെ വളർത്തുനായ്ക്കളെയും 15-ലധികം തെരുവുനായ്ക്കളെയും കോഴികളെയും പൂച്ചകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട്. 3 നായ്ക്കളെ കടിച്ചുകൊന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ പിടികൂടിയത്. കുറച്ചു സമയത്തിനുള്ളിൽ ചത്ത നായയെ പോസ്റ്റ്മോർട്ടത്തിനായി ഫ്രീസ് ചെയ്ത് മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കടങ്ങോട് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തെരുവുനായ ഒരാളെ ആക്രമിച്ചിരുന്നു. വീട്ടിൽ വളർത്തുന്നതും തെരുവിൽ അലയുന്നതുമായ എല്ലാ നായ്ക്കൾക്കും പേവിഷബാധ വാക്സിനേഷൻ ചെയ്യണമെന്നും തെരുവു പട്ടികളെ പിടിച്ച് വന്ധീകരണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ നാട്ടുകാർക്ക് ഇന്നല്ല ഇതിന്റെ മുന്നേയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. തെരുവുനായ ശല്യം രൂക്ഷമായി നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് സർക്കാരിന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന് ഉൾപ്പെടെ ഇവിടുത്തെ തെരുവുനായ്ക്കളുടെ ആക്രമണം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മദ്രസ വരെ ഉള്ളതാണ്. അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് രക്ഷിതാക്കൾ പലവട്ടം പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പേവിഷബാധ സംശയിക്കുന്ന തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വടി കൈ പിടിച്ചിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ആവുകയാണ്. ഇനി തുടർ നടപടികൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് അടുത്ത നടപടികൾ. 10-15ഓളം നായ്ക്കളേനെ ഇവർ കടിച്ചിട്ടുണ്ട്, ഇത് ആക്രമിച്ചിട്ടുണ്ട്, പൂച്ചേനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർ നടപടി സർക്കാർ ഇടപെട്ട് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. നാട്ടുകാരായ ഗിരീഷ്, ഗണേഷ്, കണ്ണൻ, അഭിലാഷ്, സജയൻ, രാജേഷ്, MM അഭിലാഷ് എന്നിവരും നായയെ പിടികൂടാൻ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അൻസാറും കുടുംബവും പുറത്തുപോയിരുന്ന സമയത്താണ് തെരുവുനായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. 70ഓളം നാടൻ കോഴികളെ അൻസാർ വളർത്തുന്നുണ്ട്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച നടക്കുന്ന എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുവാനും മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനും കോൺഗ്രസ് തീരുമാനിച്ചു. കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിലും ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണവും മാർച്ചും. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവുള്ള കാലത്ത് കിടത്തി ചികിത്സയും പ്രസവവും ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു. എന്നാൽ AC മൊയ്തീൻ MLA മന്ത്രിയുമായ കാലഘട്ടങ്ങളിലാണ് ജീവനക്കാരുടെ കുറവ് പറഞ്ഞ് കിടത്തി ചികിത്സ നിർത്തിവെച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും MLAയും CPM-ഉം കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 വർഷം മുമ്പ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രി വീണ ജോർജ് കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞത് ശുദ്ധക്കളവാണെന്നും കെട്ടിടങ്ങൾ നിർമ്മിച്ച് അഴിമതി നടത്തുക എന്നതാണ് MLAയുടെയും CPM-ന്റെയും ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 2006 CHC സെന്ററാക്കി ഉയർത്തിയതാണ് ഈ ഹോസ്പിറ്റൽ. എന്നിട്ട് ഇപ്പോഴും ആവശ്യമായ ഡോക്ടർമാരില്ല. അതുപോലെ തന്നെ CHC സംവിധാനത്തിന് ആവശ്യമായ പാറ്റേൺ പ്രകാരമുള്ള നഴ്സുമാരുടെ സേവനം ഈ ഹോസ്പിറ്റലിൽ ലഭ്യമല്ല. അതുപോലെ വേണ്ട ഒരു സൗകര്യവും ഈ ഹോസ്പിറ്റലിൽ സംവിധാനിക്കാൻ ഈ ഗവൺമെന്റിന്, ഈ കുന്നംകുളത്തിന്റെ MLAക്കോ അതല്ലെങ്കിൽ നിലനിൽക്കുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്കോ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തി അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിത് അതിൽ നിന്ന് കമ്മീഷനും അതുപോലെ അത് മറയാക്കി
അഴിമതി നടത്തുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കുന്നംകുളത്തിന്റെ MLA ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രഹസനമാണ് ഉദ്ഘാടനമെന്നും ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പുതിയ കെട്ടിടത്തിലില്ലെന്നും മുമ്പ് MLA ഉദ്ഘാടനം ചെയ്ത IP ബ്ലോക്ക് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാളിന് വെള്ളിയാഴ്ച കൊടിയേറ്റും. പള്ളിക്ക് സമീപത്തെ സെന്റ് ജോർജ് ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് കൊടിയേറ്റും. ഒക്ടോബർ 2, 3 ദിവസങ്ങളിലാണ് പ്രസിദ്ധമായ പഴഞ്ഞി പെരുന്നാൾ. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് സെന്റ് ജോർജ് ചാപ്പലിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് പഴയ പള്ളിയിൽ സുനോറ നമസ്കാരവും ആശീർവാദവും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും ഉണ്ടാകും. പഴഞ്ഞി പള്ളി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പെരുന്നാൾ ഒരുക്കങ്ങൾക്ക് കൈസ്ഥാനി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകും. പെരുന്നാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷൻ. അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ചും പെട്രോളിംഗ് നടത്തിയതിനും നിയമാനുസൃതം കളർ കോഡില്ലാതെ മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന യാനങ്ങൾ ഫിഷറീസ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘമാണ് പിടികൂടിയത്. കുഞ്ഞമ്പാടി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കിലുക്കം എന്ന മത്സ്യബന്ധന യാനമാണ് ചെറുമത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കണ്ട ഏകദേശം 2000 കിലോ ചെറു ചാള ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് യാനത്തിലുണ്ടായിരുന്നത്. നിയമാനുസൃതം കളർ കോഡില്ലാതെ മത്സ്യബന്ധനം നടത്തിയ കനകൻ, സുരേഷ് ബാബു, ബാദുഷ, സുദർശൻ, വിജേഷ് എന്നിവരുടെ വള്ളങ്ങളും പിടിച്ചെടുത്തു. തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ ഫർഷാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് യാനങ്ങൾ പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. ഉപയോഗശൂന്യമായ 9,800 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. ഉദ്യോഗസ്ഥ സംഘത്തിൽ രേഷ്മ R. നായർ, മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI-മാരായ ശിവദാസ്, ജലീൽ, ജോബി, CPO ശരത് ബാബു, സുധി, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധനകൾ തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരൻ അറിയിച്ചു. ഇടതുമുന്നണിയുടെ ഭരണം ഗുരുവായൂർ നഗരസഭയെ 1/4 നൂറ്റാണ്ട് പിറകോട്ട് നയിച്ചതായി AICC അംഗം അനിൽ അക്കര. കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നടന്ന സദസ്സിൽ മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R. രവികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റവിചാരണ വിഷയാവതരണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, നേതാക്കളായ അരവിന്ദൻ പല്ലത്ത്, CJ സ്റ്റാൻലി, OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, BV ജോയ്, CS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. വെല്ലുവിളിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന അംഗങ്ങൾ ഈ പ്ലാസ്റ്റിക് വന്ന് വാങ്ങുന്നു, നമ്മളങ്ങോട്ട് പണം കൊടുക്കുന്നു. നമുക്കൊരു ഇതല്ലേ, നമ്മൾ സിനിമ കാണുമ്പോൾ ടിക്കറ്റ് എടുത്ത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ TV-യുടെ മുന്നിൽ ഇരുന്ന് കണ്ടാൽ നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതൊരു വലിയ സംഭവമായിട്ട് മാറ്റിയിരിക്കാം. ഇതാണ് ഈ പറഞ്ഞ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ വിഷയം. വളരെ ബുദ്ധിപരമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യാൻ. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലെ 24 സ്കൂളുകളിൽ ഭരണഘടനാ ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ഫലകം അനാച്ഛാദനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ V. ബിശ്യാം, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, ഹെഡ്മിസ്ട്രസ് KK മഞ്ജുള എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലർമാരും ഭരണഘടനാ ഫലകം അനാച്ഛാദനം ചെയ്തു. ബസ് സ്കൂട്ടറിന്റെ പിന്നിലിടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. അരിയന്നൂർ മുസ്ലിം പള്ളിക്ക് സമീപം സ്കൂട്ടറിന്റെ പിന്നിൽ ബസ് തട്ടി വീണ് പന്തായിൽ വട്ടവളപ്പിൽ ഷീജ,
മകൻ അതുൽ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംഭവം. ഒരേ ദിശയിൽ പോകുകയായിരുന്നു 2 വാഹനങ്ങളും. സ്കൂട്ടറിന്റെ പിന്നിൽ ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഗുരുവായൂർ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LRBA ജീൻ മ്യൂട്ടേഷൻ എന്ന അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ സഹോദരങ്ങളുടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ 12 വയസ്സുള്ള അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ ബോൺ മാരോ ശസ്ത്രക്രിയയ്ക്കായാണ് കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. 2 പേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGM LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർ വീർത്തു നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. അസഹ്യമായ വേദനയുമുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. 5 വർഷമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്ര നാളും ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ ഏക പോംവഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി, ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന് മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം. ചെലവുകൾ ഒരു കുട്ടിക്ക് ആശുപത്രി ചെലവ് 40 ലക്ഷം രൂപ വരും. അതുപോലെ ഈ മജ്ജ നൽകുന്ന ഡോണർക്ക് 8.5 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സർജറി കഴിഞ്ഞിട്ട് ചെന്നൈ അപ്പോളോയിലാണ് ചികിത്സ ചെയ്യുന്നത്. അവിടെ തന്നെ ഇതിന്റെ തുടർ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ താമസിക്കേണ്ടതുണ്ട്. ഒരു 6 മാസത്തോളം ചിലപ്പോൾ താമസിക്കേണ്ടി വരും. ആ സമയത്തെ ചെലവുകളും വരും. ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനും ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. 2 പേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളും, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ചെയർമാനും, ബ്ലോക്ക് മെമ്പർ രജിത ഷിബു, വാർഡ് മെമ്പർ രത്നകുമാരി വൈസ് ചെയർമാൻമാരായും സാമൂഹിക പ്രവർത്തകൻ A സജി കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അക്കൗണ്ട് വഴിയോ 82 81 64 38 76 എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായങ്ങൾ നൽകാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 27 99 02 00 00 300. IFSC കോഡ് IOBA 0002799. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 64 38 76,
98 46 72 30 81 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20,00,000 രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ 12 വയസ്സുള്ള അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരവൂർ ശങ്കരത്ത് വേണുഗോപാൽ 50,000 രൂപ സഹായം നൽകി. CCTV, TCV ചാനലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വേണുഗോപാൽ സഹായവുമായി എത്തിയത്. ചികിത്സാ സഹായ സമിതി കൺവീനർ A. സജിയുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ മാതാവ് സുധ ഫണ്ട് ഏറ്റുവാങ്ങി. സിംഗപ്പൂരിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ മകൻ മധു മേനോന്റെ സഹായത്തോടെ വേണുഗോപാൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിലെ ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്താ സഹായം ചെയ്യാൻ പറ്റുക നോക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഫിനാൻസ് എല്ലാം തരുന്നത് എൻ്റെ മകൻ മധുമേനോനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് ആ കുട്ടികളുടെ അസുഖമൊക്കെ മാറ്റി തന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എളവള്ളി ഗ്രാമപഞ്ചായത്തും ആയുഷ് വകുപ്പും സംയുക്തമായി ദേശീയ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു. ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്ന ആശയത്തോടെ എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയിൽ സംഘടിപ്പിച്ച ദിനാചരണം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ PV ആന്റോ എന്നിവർ മുഖ്യാതിഥികളായി. പാലക്കാട് അഷ്ടാംഗം ആയുർവേദ വിദ്യാപീഠം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PS ദിവ്യ സെമിനാറിന് നേതൃത്വം നൽകി. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ മണലൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ ആതിര സുരേഷ് ബാബു, HMC മെമ്പർ കുഞ്ഞുവറീദ്, അനുജ അശോക് എന്നിവർ സംസാരിച്ചു. പ്രാർത്ഥന, യോഗ, ആയുർവേദ ശ്ലോകം, ആയുർവേദ ഔഷധവും പ്രകൃതിയും എന്ന വിഷയത്തിൽ സെമിനാർ, ജൈവ വൈവിധ്യ പാർക്ക് സന്ദർശനം, ലാജമോദകം, ആരോഗ്യമോദകം എന്നിവയുടെ വിതരണം തുടങ്ങിയ പരിപാടികളാണ് ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന പാരന്റിംഗ് പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടി രക്ഷാകർതൃ ശില്പശാല സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശില്പശാല മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം V. മനോജ് കുമാർ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജുലറ്റ് ബിനു, സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, PS സന്ദീപ്, ICDS സൂപ്പർവൈസർ CJ ഷൈനി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി KA രവിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക് സഹകരണത്തോടെ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് പരിശീലനം നൽകി വരുന്ന പദ്ധതിയാണ് പാരന്റിംഗ്. വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 4 മുതൽ 14 വരെയുള്ള വാർഡുകളിലെ അങ്കണവാടി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായാണ് പാരന്റിംഗിൽ പരിശീലനം നൽകിയത്. അന്നൂർ പാർക്കാടി ക്ഷേത്രത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും സംഘടിപ്പിക്കുന്നു. പുനർജനി ഗോവിന്ദ ആയുർവേദ വെൽനസ് സെന്റർ, ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റൽ, സേവാഭാരതി കുന്നംകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ചയാണ് ക്യാമ്പ്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശങ്കരൻ നമ്പ്യാർ നിർവഹിക്കും. താലൂക്ക് ആശുപത്രി കുന്നംകുളം മുൻ സൂപ്രണ്ട് ഡോക്ടർ സുധാപിള്ള മുഖ്യാതിഥിയാകും. ആയുർവേദ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന, സൗജന്യ BP പരിശോധന, ഔഷധ വിതരണവും ഉണ്ടാകും. നേത്ര പരിശോധനയിൽ OCT സ്കാൻ, സൗജന്യ കണ്ണട, ഫാമിലി ഹെൽത്ത് പ്രിവിലേജ് കാർഡ്, ഗ്ലൂക്കോമ നിർണയം എന്നീ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഭാരവാഹികളായ സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, പുനർജനി ഗോവിന്ദ ആയുർവേദ വെൽനസ് സംഘം താര വിജയൻ, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീശൻ, PRO S സുജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
KCB പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം ചേർന്നു. കുന്നംകുളം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ഡിവിഷൻ തല വിശദീകരണ യോഗം ഓഫീസേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി NL വർഗീസ് അധ്യക്ഷനായി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CV ഫ്രാൻസിസ് വിശദീകരണം നടത്തി. C ശിവദാസൻ സംഘടനാ റിപ്പോർട്ട് നടത്തി. KCB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി PK ദിനേശ്, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഫ്രാൻസിസ് ആനന്ദം, AV ഫ്രാൻസിസ്, PP പ്രേമവത്സലൻ, മാർട്ടിൻ ജെ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. അനസ് നൂർജഹാൻ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഒരുമനൂർ തെക്കേതലക്കൽ ജുമാഅത്ത് കമ്മിറ്റിയുടെ ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. മഹല്ല് പ്രസിഡന്റ് AT മൊയ്നുദ്ദീൻ കാരയിൽ 2,2440 രൂപയുടെ ചെക്ക് ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷിന് കൈമാറി. മഹല്ല് ഭാരവാഹികളായ KP മുഹമ്മദ് കുട്ടി, VC ഖാദർ മോൻ, PK ഹമീദ് കുട്ടി കാരയിൽ, ഹംസ ആളൂരക്കയിൽ, PK ബഷീർ കാരയിൽ, സുബൈർ ദുൽഹൻ, ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ PK ഫസലുദ്ദീൻ, EK അബ്ദുൾ റസാഖ്, AC ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത ധർമ്മസൂയത്തിന് തുടക്കമായി. ഷിർദി സായി മന്ദിരത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത ധർമ്മസൂയം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. IP രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പുതൂർ, വടക്കുംപാട്ട് നാരായണൻ, KT കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ C നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. യജ്ഞാചാര്യനായ വിജു ഗോപാലകൃഷ്ണനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. ആചാര്യവരണം, ദീപപ്രോജ്വലനം, കലവറ നിറയ്ക്കൽ എന്നിവ നടന്നു. തുടർന്ന് ഗുരുവായൂർ സർഗസപര്യ ഭക്തിഗാന മഞ്ജരി CK ജയചന്ദ്രനും സംഘവും നയിക്കുന്ന ഭക്തിഗാനമേള അരങ്ങേറി. ഒക്ടോബർ 2 വരെ രാവിലെ മുതൽ ഭാഗവത പാരായണം. ശങ്കുട്ടി ദാസ്, ആദിമാർഗി, മഹാചണ്ടാള ബാബു, PR നാഥൻ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളൽ, പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ, ബ്രഹ്മകുളം നൃത്തകലാക്ഷേത്രത്തിന്റെ നൃത്തശില്പം, കലാമണ്ഡലം ജിഷ്ണു പ്രതാപിന്റെ ചാക്യാർകൂത്ത്, സായി ശങ്കരിയുടെ തിരുവാതിരക്കളി എന്നീ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 29 വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. സെപ്റ്റംബർ 30 വിദ്യാഗോപാല മന്ത്രാർച്ചന, ഒക്ടോബർ 1 മഹാപ്രസാദ ഊട്ട്, വിജയദശമി ദിനത്തിൽ ഷിർദി സായി ബാവ മഹാസമാധി ദിനവും ആചരിക്കും. അഞ്ഞൂർ സരസ്വതി കലാകേന്ദ്രത്തിൽ ചെണ്ടമേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത വാദ്യ കലാകാരൻ ഇരിങ്ങപ്പുറം ബാബുവിന്റെ ശിഷ്യനും കലാകേന്ദ്രത്തിലെ ചെണ്ട അധ്യാപകനുമായ നിഖിൽ പാവർട്ടിയുടെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ 28 കുട്ടികളുടെ അരങ്ങേറ്റമാണ് കീഴൂർ കാർത്തിയേനി ക്ഷേത്രത്തിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കലാകേന്ദ്രത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്തിവരും. 28 നടക്കുന്ന പുതിയ ബാച്ചിന്റെ അരങ്ങേറ്റത്തിന് താളവും വലംതല ചെണ്ടയുമായി ഒപ്പം ചേരും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പൂങ്ങാട് മാധവൻ നമ്പൂതിരി, നാവിൽ പാവർട്ടി എന്നിവർ പങ്കെടുത്തു. അക്കിക്കാവിൽ ഹോട്ടലിൽ നിന്നും മലിനജലം ഒഴുക്കുന്നതായി പരാതി. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഷീ ബ്യൂട്ടി കെയർ സ്ഥാപന ഉടമ കാട്ടകമ്പാൽ കൊട്ടിലിങ്ങൽ ഷീബയാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെന്ന് ഇവർ പറഞ്ഞു. ഹോട്ടലിൽ നിന്നും ഇവരുടെ സ്ഥാപനത്തിലേക്ക് മലിനജലം ഒഴുക്കുകയും പാർലറിലേക്ക് വരുന്ന വഴിയിൽ വാഹനങ്ങൾ ഇട്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു. ഹോട്ടലിലെ തൊഴിലാളികളായ ബംഗാൾ സ്വദേശികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും തുടർന്നുള്ള ബഹളവും മൂലം ബ്യൂട്ടി പാർലറിൽ എത്തുന്നവർക്ക് പോലും ദുരിതമാണെന്ന് പരാതിയിൽ പറയുന്നു. ഹോട്ടലിന്റെ പാചക അടുക്കള പാർലറിനോട് ചേർന്നതിനാൽ നിരന്തരമുള്ള ഗ്യാസ് ചോർച്ചയും രൂക്ഷഗന്ധവും ഏതു നിമിഷവും ജീവന് അപായമുള്ളതായും പരാതിയുണ്ട്. കാരണം അവർ അഴുക്കിച്ചാൽ നമ്മുടെ ഫേഷ്യൽ റൂമിനോട് ചേർന്നിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഓപ്പൺ കഴിക്കരുന്ന് കൊതുക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. കുക്കിങ് കിച്ചൺ നമ്മൾ ഈ ഫേഷ്യൽ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിലാണ്. അത് തന്നെ അതിൻ്റെ പുക, പിന്നെ അവിടുത്തെ ഗ്യാസ് ലീക്കായ മണം വരുന്നു, പിന്നെ അവിടുത്തെ കുക്കിങ്ങിൻ്റെ ഒരു സ്മെല്ല്, ഇതെല്ലാം ഇവിടെ കസ്റ്റമേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, കേരള ആഭ്യന്തര ഹോം സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, കളക്ടർ, പോലീസ് കമ്മീഷണർ, പോർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി, പോർക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ, കുന്നംകുളം CI എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഷീബ പറഞ്ഞു. ഇതിനെല്ലാം പുറമെ നമുക്ക് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റെ മുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭയങ്കര ശല്യം ഉണ്ട് നമുക്ക്.
അതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ആൾക്കാർ ഇവിടെ ഈ പാർലറിൻ്റെ മുന്നിൽ വണ്ടി ബ്ലോക്ക് ആക്കി ഇട്ടിട്ട് നമുക്ക് ഇവിടേക്ക് കസ്റ്റമേഴ്സിനെ വരെ സമ്മതിക്കാതെ ഇരിക്കുന്നതും, പിന്നെ ഇതിൻ്റെ മുന്നിലേക്ക് വെള്ളം കസ്റ്റമേഴ്സിൻ്റെ തലയിലേക്ക് വെള്ളം വരുന്ന തരത്തിൽ അവരുടെ മോട്ടർ അടിച്ച് അവർ ടാങ്ക് നിറഞ്ഞ് വെള്ളം ഒഴുകി വരില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. KRDSA 36 സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന ചാവക്കാട് താലൂക്ക് സമ്മേളനം നഗരസഭാ ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അനീഷ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് PS വിജു അധ്യക്ഷത വഹിച്ചു. സംഘടനാ റിപ്പോർട്ട് ജില്ലാ ട്രഷറർ PG രജിത്തും പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറി PD ഋതികയും അവതരിപ്പിച്ചു. AM നൌഷാദ്, TK അനിൽകുമാർ, KM രമേശ്, VJ മെർലി, MK ഷാജി, VV പ്രസാദ്, PP ലിൻഡ എന്നിവർ സംസാരിച്ചു. MR പ്രവിത വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. MC അജീഷ് കുമാർ സ്വാഗതവും A ഷർമിലി നന്ദിയും പറഞ്ഞു. തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ജീവിതോത്സവം 2025ന്റെ 21 ദിന ചലഞ്ചുകളുടെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ്, വാർഡ് മെമ്പറും വടക്കേക്കാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രുക്മിയ സുധീർ, ഹെഡ്മിസ്ട്രസ് ജിഷ KI എന്നിവർ സംസാരിച്ചു. NSS ലീഡർമാരായ ഫാത്തിമ റൈഹാൻ, അനന്യ TB എന്നിവർ വിശദീകരണം നടത്തി. പങ്കെടുത്തവർ ചേർന്ന് മനുഷ്യവലയം തീർത്ത് ജീവിതോത്സവ പ്രതിജ്ഞയെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ ജിനി സി ഗീവർ, അധ്യാപകരായ ശാലിനി, ലയ, അരവിന്ദ്, മെജോ, NSS വളണ്ടിയർമാരായ ഫിദ, ഫസ്ന, ആര്യനന്ദ, അഭിനവ്, ഋഷികേശ് എന്നിവർ നേതൃത്വം നൽകി. കൊച്ചൌസേപ്പ് ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ വീടുകളുടെ താക്കോൽദാനം നടന്നു. എരുമപ്പെട്ടി ബദ്ലഹേം നഗറിൽ കുറ്റിക്കാട്ടിൽ ബെന്നി, ജാൻസി ദമ്പതികൾ, കരിയന്നൂർ കല്ലായിവളപ്പിൽ മജീദ്, ഷെഹർബാൻ ദമ്പതികൾക്കാണ് വീട് നൽകിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ MC ഐജുവാണ് അർഹരായ നിർധന കുടുംബങ്ങളെ കണ്ടെത്തിയത്. കോളേജിൽ നടന്ന ചടങ്ങിൽ MC ഐജു, കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസ് പടിയത്ത് എന്നിവർ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. HOD VH അരുൾ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർമാരായ വിപിൻ കൃഷ്ണ, KT ജാക്സൺ, അസിസ്റ്റന്റ് പ്രൊഫസർ സ്നേഹ ജോൺസൺ, NSS വോളണ്ടിയർമാരായ വിനീത, സാമിൽ, ഫെബിൻ, യദു എന്നിവർ പങ്കെടുത്തു. ഒരുമനൂർ ഇസ്ലാമിക് സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റും ഒരുമനൂർ പഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി ഏകദിന ക്യാമ്പിന്റെ ഭാഗമായി സുഖദം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ K ആഷിത, ഷൈനി ഷാജി, വാർഡ് മെമ്പർ സിന്ധു അശോകൻ എന്നിവർ സംസാരിച്ചു. സൗജന്യ മരുന്ന് വിതരണവുമുണ്ടായി. പ്രിൻസിപ്പാൾ സതീഷ് കുമാർ, ഡോക്ടർ ലിറ്റി, ഡോക്ടർ നിമ്മി, പ്രോഗ്രാം ഓഫീസർ PM തജ്രി, അധ്യാപകരായ രാഹുൽ, ഹസ്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ 83 പേർ പങ്കെടുത്തു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലെ വിശ്വാസികൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ സന്ദർശിച്ചു. പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടന്ന സന്ദർശന വേളയിൽ സീനിയർ അംഗം PC ചിന്നൻ ബാവാക്ക് പൂച്ചെണ്ട് മൊമന്റോ നൽകി അനുമോദിച്ചു. സഭാ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സംരക്ഷണത്തിനായി വിശ്വാസ സമൂഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ ബാവ അഭിനന്ദിച്ചു. സഭയുടെ ആത്മീയ പുരോഗതിക്കായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാമെന്ന് ബാവ ഉറപ്പു നൽകി. ബാവായുടെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും ജീവിതത്തിലെ വലിയ പ്രചോദനമാണെന്ന് വിശ്വാസികൾ പറഞ്ഞു. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ശ്രീചിത്ര ആയുർവേദ നഴ്സിംഗ് ഹോമിൽ ആയുർ തീർത്ഥം എന്ന പിൽഗ്രിം ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ശ്രീചിത്ര ചെയർമാൻ PV മധുസൂദനന്റെ അധ്യക്ഷതയിൽ മമ്മിയൂർ ദേവസ്വം ബോർഡ് ചെയർമാനും ഗുരുവായൂർ ലോഡ്ജ് ഓണർ അസോസിയേഷൻ പ്രസിഡന്റുമായ GK പ്രകാശ് ആയുർ തീർത്ഥം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പദ്ധതിയെപ്പറ്റിയുള്ള വിശദീകരണം ശ്രീചിത്രയുടെ മാർക്കറ്റിംഗ് സെയിൽസ് VP രവിവർമ്മ അവതരിപ്പിച്ചു. ചടങ്ങിൽ ശ്രീചിത്ര ആയുർ ഹോം മാനേജർ രാമദാസൻ സ്വാഗതവും ഡോക്ടർ പ്രതിഭ മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഗുരുവായൂരിലെ പ്രമുഖ ഹോട്ടൽ ആൻഡ് ലോഡ്ജ് പ്രതിനിധികൾ പങ്കെടുത്തു. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് കൊങ്ങണൂർ അമ്പിളി അങ്കണവാടിയിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC കുഞ്ഞൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ V ഗീത ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് നടന്ന ക്യാമ്പിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു.
28 വർഷമായി നടത്തിവരുന്ന കടവല്ലൂർ ദേശവിളക്ക് ഈ വർഷം നവംബർ 27 വ്യാഴാഴ്ച ആഘോഷിക്കും. കടവല്ലൂർ വടക്കുമുറി സെന്ററിൽ പരേതനായ മരത്തങ്കോട് ജ്യോതി പ്രകാശ് ഗുരുസ്വാമിയുടെ മകൻ ജയദേവൻ ഗുരുസ്വാമി വിളക്ക് ആചാര്യനാകും. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുന്ദരൻ, ട്രഷറർ MK കുഞ്ഞുണ്ണി, CR ജയൻ, PK പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 10,605 രൂപ, പവന് 84,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 144 രൂപ. ചർമ്മം അയ്യന്തോളിൽ സ്ഥിരതാമസക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ടെമ്പിൾ അവന്യൂ ശ്രീവത്സം വീട്ടിൽ പാഴവൂർ കണ്ണമ്പാറ താഴത്തേതിൽ രാജൻ ആർ നമ്പ്യാർ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച പാഴവൂർ തറവാട്ട് വളപ്പിൽ നടത്തും. ശ്രീമതി ഭാര്യയും സന്ദീപ്, വിവേക്, ശ്രീജിത്ത് എന്നിവർ മക്കളുമാണ്. കടങ്ങോട് റൈസ് മിൽ സെന്ററിൽ മുതുപറമ്പിൽ പരേതനായ താമിയുടെ മകൻ വേലായുധൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. റിട്ടയേർഡ് SBT മാനേജർ, വെള്ളറക്കട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ്, CPIM കടങ്ങോട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, കടങ്ങോട് പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗവുമായിരുന്നു. ശോഭന ഭാര്യയും ഋഷ്യൻ, രാകേഷ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. തയ്യൂർ പുറത്തൂർ പരേതനായ പൊറിഞ്ചു ഭാര്യ മേരി നിര്യാതയായി. 99 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തയ്യൂർ നിത്യസഹായമാതാ ദേവാലയത്തിൽ നടക്കും. ചാക്കുണ്ണി, സെലീന, ലൂസി, ദേവസി, ആനി, അൽഫോൺസ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ടുകള്ളം നടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ആരോപണം. ശനിയാഴ്ച ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തും. 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 63 വർഷം തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ. പെങ്ങാമുക്ക് ഇല്ലത്തിൽ വീട്ടിൽ 61 വയസ്സുള്ള കുഞ്ഞുമോനെയാണ് കുന്നകുളം പോക്സോ ജഡ്ജ് S. ഈഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് 3-4 ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവുനായെ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂ ബൈജുവിന്റെയും നേതൃത്വത്തിൽ പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.